ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രീം സ്റ്റിഫായിട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എപ്പിസോഡാണിത്. അപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസിങ് ചെയ്ത് കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ക്രീം ലൂസായി പോവുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിപ്പ് ചെയ്യാനുള്ള ക്രീം എടുക്കുന്ന ബൗളും ഇലക്ട്രിക് ബീറ്ററിൻ്റെ വിസ്കും ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് എടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്തതായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന വിപ്പിംഗ് ക്രീം പുറത്തേക്ക് വെക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഈ ക്രീം പുറത്തെടുത്ത് വെച്ചാലേ ഉള്ളൂ ഒന്ന് ലൂസായി കിട്ടുക. അപ്പോൾ ഫ്രീസറിലാവുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ക്രീമാവും. അപ്പോൾ നമ്മൾ ലൂസായിട്ടുള്ള ക്രീമാണ് വിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്നാൽ വിപ്പിംഗ് ക്രീമിന് നന്നായിട്ട് തണുപ്പും വേണം കേട്ടോ, തണുപ്പ് പോവാനും പാടില്ല. പിന്നെ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് ചൂടുകാലമൊക്കെ ആകുമ്പോൾ ഇതുപോലെ തന്നെ വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ വിപ്പായിട്ട് കിട്ടും. ഇനി തണുത്ത വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള ബൗൾ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരിക്കലും നിങ്ങൾ ഐസായിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇതുപോലെ പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുപ്പ് പോയി ഐസൊക്കെ പോയതിന് ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം ലൂസായിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ വിപ്പിംഗ് ക്രീമിന് തണുപ്പ് വേണം കേട്ടോ. അത്യാവശ്യം തണുപ്പില്ലെങ്കിൽ ഇനി ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് തണുപ്പാക്കി എടുക്കുക. ഇനി നല്ല തണുപ്പായിട്ടുള്ള ഈ വിസ്ക് നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. പിന്നെ നമ്മൾ കൂടുതൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം പിടിക്കും കേട്ടോ, അത് സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അളവിനനുസരിച്ച് ടൈമിലും മാറ്റം വരും. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ കൂടുതലെടുത്ത് വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം വരും കേട്ടോ വിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അളവിനനുസരിച്ചാണ് അതിൻ്റെ ടൈം. ഇപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 5-6 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്റ്റിഫായിട്ട് തന്നെ വരും. അപ്പോൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി എന്ന് അറിയാതാ ഇതുപോലെയാണ് കേട്ടോ. ഒരു സ്റ്റിഫ് പീക്സ് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊരു പീക്സ് ഒക്കെ വരും. പിന്നെ നമുക്കിത് കൈകൊണ്ട് തിരിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസം വരും. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ക്രീം ഇതിൽ നിന്നൊന്നും ചാടാതെ വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് നന്നായിട്ട് വിപ്പായിട്ടുണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതുപോലെ ക്രീം സ്റ്റിഫായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൽ എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ട് പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്കിലൊക്കെ ഇങ്ങനെ ക്രീമിൻ്റെ ഉള്ളിൽ കേക്ക് ഒരു ഹോളായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് ഓവർ സ്റ്റിഫ് ആയാലാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് കേക്ക് അത്ര ഫിനിഷിങ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവ കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ ക്രീം നമ്മൾ സ്പാറ്റുലയിൽ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ കമിഴ്ന്ന് വീഴാത്ത ഒരു പരുവത്തിൽ. പിന്നെ നമ്മൾ ഈ ഒരു ബൗൾ എടുത്ത് ഇങ്ങനെ പിടിച്ചാൽ പോലും ഇത് ചാടില്ല. ഇങ്ങനെ വിപ്പ് ചെയ്തെടുത്ത ക്രീം പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിൽ വെക്കേണ്ട കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് ചിൽഡായി പോവും. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം വിപ്പ് ചെയ്തെടുത്ത സമയം കൊണ്ട് അതിൻ്റെ തണുപ്പൊക്കെ പിന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കേക്കിലൊക്കെ ഐസിങ് ചെയ്യാൻ.
ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് ഐസ് പിടിക്കും, അപ്പോൾ നമുക്ക് ഐസിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം മറ്റൊരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മൾ മൊത്തം ക്രീം പുറത്തെടുത്ത് വെക്കണ്ട, ആവശ്യത്തിന് എടുത്തിട്ട് ഐസിങ് ചെയ്തിട്ട് ബാക്കി ഉള്ളിൽ തന്നെ വെക്കുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം അവിടെ മറ്റൊരു ബൗളിലാക്കിയിട്ട് അതിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീരെ മെൽറ്റ് ആവില്ല. ആ ബൗളൊന്ന് ഫ്രീസറിൽ വെച്ച് വേണമെങ്കിൽ ഒന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ആ ഒരു ബൗളിൽ ക്രീം ആക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സമയത്ത് ആ ഒരു ക്രീം പുറത്തെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്രീമൊന്നും ഒട്ടും ലൂസാവില്ല. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.